നമസ്കാരം. ഓർക്കുന്നുണ്ടല്ലോ പ്രജ്ഞാ സിംഗ് കോടതി വിളിക്കുമ്പോൾ എനിക്ക് കുഷ്ഠരോഗമാണ്, എനിക്ക് നടക്കാൻ വയ്യ, കണ്ണു കാണാൻ വയ്യ, ക്യാൻസർ ആണെന്നൊക്കെയും പറയും. ഇലക്ഷൻ വരുമ്പോൾ ചാടിത്തുള്ളി കളിക്കുന്നത് വേറൊരു കാര്യം. ഇപ്പൊ അവസാന ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്, ഹാജരായില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും, വിലങ്ങ് വെച്ചുകൊണ്ടിരും. മലേഗാവ് സ്ഫോടന കേസ് പള്ളി തകർക്കാൻ നോക്കി 5-6 പേരെ കൊന്നു അതിനകത്തിട്ട്. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ സന്യാസിനി NIA കോടതിയുടെ മുന്നറിയിപ്പാണത്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ചക്രക്കസേരയിൽ ഇരുന്നിട്ട് വീൽ ചെയറിൽ ഇരുന്ന് അയ്യോ അയ്യോ എനിക്ക് കണ്ണു കാണാൻ വയ്യേ, എനിക്ക് നടക്കാൻ വയ്യേ, എനിക്ക് ക്യാൻസർ ആണേ എന്നൊക്കെ പറഞ്ഞ് കോടതിയെ തപ്പിച്ചു നടന്നിരുന്ന പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ. 2008 സെപ്റ്റംബർ 29 മഹാരാഷ്ട്ര, വടക്കേ മഹാരാഷ്ട്ര, ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, ആ മഹാരാഷ്ട്രയിലെ മലേഗാവിലെ മുസ്ലിം പള്ളിയിൽ ആണ് വലിയൊരു സ്ഫോടനം നടന്നത്. രാജ്യത്തെ ഞെട്ടിച്ചു കളഞ്ഞൊരു സ്ഫോടനമാണ്. അവസാനം നടത്തിയ ആളുകളുടെ പേരുകൾ കേട്ടപ്പോഴാണ് ഒന്നും കൂടിയും വലിയ എല്ലാവരുടെയും അന്തരാളത്തിൽ സ്ഫോടനം ഉണ്ടായത്. സന്യാസിനിയാണ് നേതൃത്വം. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ സന്യാസിനി, മാതാ. ഒരു പ്രാച്ചി ഉണ്ടല്ലോ, പ്രാച്ചി, നല്ല പേരല്ലേ. ഇങ്ങനെ കുറേ ഉത്തരേന്ത്യയിലുണ്ട്. കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. 2008 സെപ്റ്റംബർ 29 അവിടെ പൊട്ടിച്ചത്. അവിടെ പള്ളിയുടെ പള്ളിക്ക് അകത്തും പള്ളിയുടെ പരിസരത്തും നിൽക്കുന്ന അവിടെ നിന്ന കാറ്, അതുപോലെ തന്നെ അവിടെ നടന്നിരുന്ന മോട്ടോർ സൈക്കിളൊക്കെ പൊട്ടിത്തെറിക്കുകയുണ്ടായത്. ആ മോട്ടോർ സൈക്കിളിലും കാറിലൊക്കെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത്. എന്നിട്ട് മാറി നിന്ന് സ്വിച്ച് അമർത്തി പൊട്ടിത്തെറിച്ചു. ആ സംഭവത്തിൽ അന്ന് ആ പള്ളിയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ 6 പേര് കൊല്ലപ്പെട്ടു. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റ് തല പോയവരും കാല് പോയവരും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇവരുടെ ഒപ്പം തന്നെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനും അതിന്റെ പുറകിലുണ്ടായിരുന്നു. ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ഈ സന്യാസിനോട് ഒപ്പം നിന്നുകൊണ്ട് ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണം പദ്ധതി ഒരുക്കിയയാള് ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, റിട്ടയർ മേജർ രമേശ് ഉപാധ്യായ, സമീർ കുൽക്കർണി, സുധാകർ ചതുർവേദി, അജയ് റഹീർ ഖാൻ, ഇവരൊക്കെ അറസ്റ്റിലായി ആ സംഭവത്തിൽ. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സംഘം STS അന്വേഷിച്ച കേസിൽ 2011 NIAക്ക് ഈ കേസ് കൈമാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ പിന്നീട് BJPയിൽ അടിഞ്ഞുകൂടി. അങ്ങനെയാണല്ലോ. നമ്മളവിടെ കണ്ടല്ലോ PC ജോർജ്. അമ്മാ ഭൗതി ഭിക്ഷാം ദേഹി. ബ്രഹ്മചാരികളൊക്കെയും ഉത്തരേന്ത്യയിൽ ഭിക്ഷ തിണ്ടി അടക്കും. അവരെ വീണ്ടും മുമ്പിൽ നിന്ന് ഭൗതി ഭിക്ഷാം ദേഹി. അപ്പം അവരെ എന്തെങ്കിലും ഭിക്ഷ കൊടുക്കും, അവരെ വീട്ടിലുള്ള സാധനം കൊടുക്കും, ആഹാരം എന്താ വെച്ചാൽ കൊടുക്കും. അതുപോലെ ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹി PC ജോർജ് മാർഷൽ പാർട്ടിയുടെ ഭവനത്തിൽ ചെന്നു, അണ്ണാ ഭൗതി ഭിക്ഷാന്തേഹി, ഒന്നും കിട്ടിയില്ല. കോൺഗ്രസിനടുത്ത് ചെന്നു, ഭൗതി ഭിക്ഷാന്തേഹി പാടുന്നു പറഞ്ഞു. കേരള കോൺഗ്രസിനടുത്ത് അടുത്ത് ഘടിപ്പിക്കില്ല. അവസാനം എന്തായി? നദികളുടെ പോലെ എല്ലാ അഴുക്കുചാലുകളും വലിയ അഴുക്കുചാലിൽ നിന്ന് ചാരുന്ന് പറഞ്ഞ പോലെ അവസാനം BJPയിലേക്ക് അവിടെ 4 കൈ നീട്ടി സ്വീകരിച്ചു. ഇനി അതിനകത്തിട്ട് ചതയ്ക്കും വേറൊരു കാര്യം. ഇതുപോലെ പ്രജ്ഞാ സിംഗ് ഠാക്കൂറും അവസാനം
അവസാനത്തെ അഭയം എല്ലാ നദികളും സമുദ്രത്തിൽ ചേരുന്ന പോലെ അവസാനം പ്രജ്ഞാസിംഗ് ഠാക്കൂർ പോലീസ് BJP ചേർന്നു. ആയതുകൊണ്ട് ഈ സമയം വരെ ആയിട്ടും അവരെ പിന്നെ പിടിക്കാൻ പറ്റിയിട്ടില്ല. കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയിട്ടില്ല. കേസിന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കേസിന് ഹാജരാവില്ല. കേസിന് വിചാരണ നേരിടുന്ന സമയത്ത് തന്നെ ഇലക്ഷനിൽ നിൽക്കും, ജയിക്കും, MP ആകും. പിന്നെ എന്ത് വിചാരണ, എന്ത് പോലീസ്, എന്ത് കോടതി? ഇത്തവണ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ സമയത്താണ് ഇവരെ പിടിച്ചുകൊണ്ടുവരാൻ പറയണത്. ഏത് കോടതി പറഞ്ഞാലും ഇവരെ പിടിക്കാൻ ആരും ഉണ്ടാവില്ല. ഇങ്ങനെ ഇവളുമാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ എത്ര വർഷം മുമ്പ് നടന്ന സംഭവം എന്ന് മനസ്സിലാക്കണം. ഇതുവരെയായിട്ട് ഒരു കായക്കൊല കെട്ടി കഴിഞ്ഞാൽ 3-ാം ദിവസം ചെയ്യില്ല. ഏതായാലും തക്കതായുള്ള ശിക്ഷ ഇവളെപ്പോലുള്ള ആളുകൾ കൊടുക്കുകയാണ് വേണ്ടത്. സാധാരണ ജനങ്ങൾ പറയും ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന്. അതിപ്പോൾ പറ്റിയെന്ന് വരില്ല. തൂക്കി കൊല്ലാന്നുള്ള പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. വിചാരണയും കാര്യങ്ങളും വേണം. പക്ഷേ വിചാരണ ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്ന സമയത്ത് അതൊരു തരം ഇളതരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കുറ്റം ചെയ്യാനുള്ളൊരു പ്രചോദനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു കുറ്റം ചെയ്താൽ ആരെന്ത് ചെയ്യാൻ, ഏറി വന്ന ജീവപര്യന്തം. അത് 12 വർഷം 14 വർഷം. പക്ഷേ 10 മാസമാണ് ഒരു കൊല്ലം. അപ്പം എത്രയായി? 140 മാസം. അപ്പം 140 മാസം അപ്പോൾ ഏകദേശം 12 കൊല്ലം. പിന്നെ കൺകറന്റും അതും ഇതും ഗാന്ധി ജയന്തി നല്ല നടപ്പെന്നെങ്കിൽ പറഞ്ഞ അവസാനം 5-6 കൊല്ലം കഴിയുമ്പോൾ അയാൾ പുറത്തേക്ക് വരും. പിന്നെ ചികിത്സ അത് എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ട് അർമാദിക്കാം. ആയതുകൊണ്ട് തന്നെ കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷയുടെ കാര്യം ഇത്രയൊക്കെയുള്ള മരണ സമയത്ത് കുറ്റം ചെയ്യാൻ മടിയില്ല എന്ന് സാരം. കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോകാൻ അതൊരു തൊഴിലാക്കിയിട്ടുള്ള ആൾക്കാർ ഉത്തരേന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലുണ്ട്. അത് വായിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ വെർഷൻ കിട്ടും. ഏതായാലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താവും അറിയില്ല. സ്പെഷ്യൽ ജഡ്ജി AK ലാഹോത്തിയുടെയാണ് ഉത്തരവ്. ആരോഗ്യ കാരണം ചൂണ്ടിക്കാണിച്ച് ഇളവ് അനുവദിക്കണം എന്നാണ് എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത്. ഇത്തവണയും പറഞ്ഞിട്ടുള്ളത്. പ്രജ്ഞാസിംഗ് ഹർജി കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ രാജി പരിഗണിക്കുന്നതിനിടയില പറഞ്ഞത്. കേസിൽ BJP MPക്ക് പുറമെ 6 പേര് UAPA ഊപ്പ ചുമത്തപ്പെട്ട വിചാരണ നേരിടുന്നുണ്ട്. ഇവരുടെയും മൊഴി രേഖപ്പെടുത്തി വരികയാണെന്ന് പറഞ്ഞു NIA. കോടതിയിലെ കേസും കൂട്ടും വരുന്ന സമയത്ത് ഒരു നേരെ പോകുന്നത് ആശുപത്രിയിലേക്കാണ്. അപ്പം പിന്നാലൊരു ചക്രക്കസേനയും കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ അവർ ആളുകൾ നോക്കി ഇങ്ങനെ നോക്കുക, ആരാ കണ്ണു കാണില്ല അത്രേ. ശരി, കുറ്റം ചെയ്തിന് കണ്ണു കാണാതായി പോയത് കുറ്റം മുഴുവൻ ചോർന്നു പോകൂ. പിടിക്കാൻ ധൈര്യമില്ല. കാരണം BJP ചേർന്നു. BJP അപ്പം ഭരിക്കുന്നത്. ഇനി BJPയുടെ ഭരണം ഇപ്പം അവസാനിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇവരെ പിടിക്കാൻ. അതുവരെ പിടിക്കാൻ പറ്റില്ല. ഏതായാലും പ്രജ്ഞാസിംഗ് ഉൾപ്പെടെയുള്ള പ്രതികൾ നിരന്തരമായിട്ട് കോടതിയിൽ ഹാജരാകുന്നില്ല. ലാഹോത്തി ചൂണ്ടിക്കാണിച്ചു. പലപ്പോഴും പല കാരണങ്ങളും നിരത്തി തവണ ഇളവ് ആവശ്യപ്പെട്ടപ്പോഴെല്ലാം കോടതി പരിഗണിച്ചിട്ടുണ്ട്. ആ സാധാരണക്കാർക്ക് ആ പരിഗണന കിട്ടില്ല കേട്ടോ. പലരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് കാരണമായിട്ട് പറയുന്നത്. അവസാന നിമിഷം ടിക്കറ്റ് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോടതിയിൽ എത്താനാകില്ല എന്നൊക്കെയാണ് പറയാറ്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇത്തവണ എല്ലാവർക്കും നേരത്തെ തന്നെ ദിവസം നിശ്ചയിച്ചു നൽകിയത്. ഈ കാരണം ഇനിയും പരിഗണിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി വന്നേ മതിയാകൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഇവിടെ കോടതി ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ ചികിത്സയാണെന്നാണ് പ്രജ്ഞാസിംഗ് ഹർജിയിൽ വാദിച്ചത്. മിക്കവാറും അവരിന്ന് വൈകുന്നേരം ചാവും എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഡോക്ടർമാർ പോലും തയ്യാറാകും. പൈസ കൊടുത്താൽ അവർ കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു ഹാജരാവില്ല. പക്ഷേ ഇലക്ഷന് മത്സരിക്കും, പ്രസംഗിക്കാൻ പോവും, ഓടിച്ചാടും, MP ആകും, പാർലമെന്റിലും ഘോരമായിട്ട് പ്രസംഗിക്കും. കേസ് എന്തിനും വിളിച്ചാൽ നേരെ ആശുപത്രിയിലേക്കും പോകും. ഫെബ്രുവരി 17-ാം തീയതി, ഫെബ്രുവരി 27 മുതൽ ഒരു വീഴ്ചയും കൂടാതെ കോടതിയിൽ എത്തിക്കൊള്ളണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രതികളും മൊഴി പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തി കഴിയുന്നതുവരെ മുംബൈയിൽ ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുംബൈയിൽ ചികിത്സ തേടാമെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ കോടതി രസകരമായിട്ടൊരു പദ്ധതിയുണ്ട്. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ
ആ കുറ്റവും അതിൻ്റെ പേരിൽ തനിക്കും ഉണ്ടായേക്കാവുന്ന മനസ്താപവും ചിലർ പശ്ചാത്തപിക്കും, ചിലരും അത് ചെയ്യില്ല. എല്ലാം കഴിഞ്ഞ് പുതിയൊരു മനുഷ്യനായിട്ട് ഇനി ഇത്തരം ക്രൈമുകളിലൊന്നും ഞാൻ ഏർപ്പെടില്ല, നല്ല കുട്ടിയായിട്ട് കുടുംബം നോക്കി കഴിയാം എന്നുള്ളൊരു മനോഗതം വരുമ്പോഴായിരിക്കും കോടതിയെ വിളിക്കുക. ഉണ്ണി വാവോ വിചാരണ. എന്തിനാ? ഒരു കേസ് ഉണ്ടായി. ഏത് കേസ്? കഴിഞ്ഞ നൂറ്റാണ്ടിലൊരു കേസ് ഉണ്ടാക്കി, ഒരാളെ ഒരു പള്ളിയിൽ നിന്ന് ആക്രമിച്ചല്ലേ. ഓ അത് ശരി, ഓ ഓ ഓ അതൊന്ന് വരൂ. അപ്പൊ എല്ലാം കഴിഞ്ഞ് പുതിയൊരു മനുഷ്യനാകുമ്പോഴാവും കയറി വിളിക്കുക. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇപ്പോൾ സന്യാസിയാണോ, പുതിയ മനുഷ്യനാണോ, സാധുവാണോ, ചാരിറ്റികൾ നടത്തുന്നത് അവർ നോക്കില്ല. അന്ന് ചെയ്ത കുറ്റം എന്താണോ അതിനനുസരിച്ചാണ് വിചാരണ, അതിനനുസരിച്ച ശിക്ഷ. അപ്പൊ അതേ സമയത്ത് തന്നെ ആ ശിക്ഷയും കുറഞ്ഞു വിചാരിച്ച് നമുക്കൊരു ആശ്വാസമുണ്ട്. ഇവരുടെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വലിച്ചു നീട്ടി 10, 15, 20 എത്രയോ 2012 മറ്റോ ഉണ്ടായ കേസാണെന്ന് തോന്നുന്നത്. ഏതോ കേസാണ്, അതിന് എത്രയെന്ന് അറിയില്ല, ഉണ്ടായ കേസാണത്. വർഷങ്ങൾ ഒരുപാടായി, ഇതുവരെ തീരുമാനമായിട്ടില്ല. ആരാണ് ഹൃദയവേദനയായിട്ട് നടക്കുന്നത്? ഈ പ്രതികൾ തന്നെയാണ്. അതാണ് അവരുടെ ശിക്ഷ. ഇനിയിപ്പോൾ കേസ് എടുത്താലും വീണ്ടും വരും 4 വർഷം നീട്ടിക്കൊണ്ടുവരും. അത്രയാകുമ്പോഴേക്കും വയസ്സ് കുറേയാകും. ഇതെങ്ങനെയും തീർന്നു കിട്ടിയാൽ മതി എന്നാകും. കൃത്യമായിട്ട് കോടതിയിൽ ഹാജരാകും. അപ്പോൾ കോടതി ശിക്ഷിക്കും 40 വർഷം ജയിലിൽ. അതിൻ്റെ അർത്ഥം എന്താ? ജയിലിൽ തന്നെ പൊക്കോ, അവിടെ പോയിട്ട് പണ്ടാരടങ്ങി കൊടുന്നുള്ളതാണ്. ഏതായാലും പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അവരുടെ ചെറുപ്പത്തിൽ അവരുടെ കൂട്ടത്തിൽ ആളുകളെയും കൂട്ടിയിട്ട് അവരൊന്ന് അർമാദിച്ചു. മുസ്ലിം പള്ളികളിലൊന്ന് തകർത്തു. അതിനകത്തുണ്ടായിരുന്ന കുറേ ആൾക്കാരെ കൊന്നു. എന്നാണ് ഈ ചെയ്യൂ. അല്പസ്വല്പം വിവേകം വെച്ചു ചെയ്യൂ. പക്ഷെ ഇപ്പൊ ഞാൻ വിവേകം വെച്ചവളാണ്, അതിൻ്റെ ചെറുപ്പകാലത്ത് പറ്റിയൊരു തെറ്റാണ്, പശ്ചാത്തപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു പറഞ്ഞിട്ട് കോടതിയുടെ മുമ്പിൽ തോന്നുന്ന യാതൊരു കാര്യമില്ല. വരുംവരായികൾ നേരിട്ടേ മതിയാകും. ഏതായാലും കൃത്യമായിട്ട് ഫെബ്രുവരി 27 ഹാജരാവണം. തുറന്നുള്ള ദിവസം കൂടി ഹാജരായിക്കൊള്ളുന്നെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ശാപമാണിത്, ശാപം. ഈശ്വര കോപമാണത്. പള്ളിയാണ് തകർത്തതേ. നമസ്കാരം.